Hi, this is Belson here. നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് അത്യാവശ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. കുറെ പേർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, കുറെ പേർക്ക് ഇത് അറിയണം എന്ന് താല്പര്യം ഉണ്ടാവും അല്ലേ. എന്നാൽ ടെക്നിക്കൽ അനാലിസിസിൽ ഈ പാറ്റേൺസ് കേട്ടിട്ടില്ലേ? എന്താ ചാർട്ടിന്റെ ഒക്കെ പാറ്റേൺസ് ചെക്ക് ചെയ്യുക, ഡബിൾ ടോപ്പ്, അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, അങ്ങനെ കുറെ ബ്രേക്ക് ഔട്ട്, അങ്ങനെ കുറെ പാറ്റേൺസ് ഉണ്ട് ചാർട്ട്സിൽ. അതെല്ലാം പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഓക്സിലേറ്റേഴ്സ്, RSI, സ്റ്റൊക്കാസ്റ്റിക്, MACD എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, ഓക്സിലേറ്റേഴ്സ് അവൈലബിൾ ആണ്. പാറ്റേൺസും ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് എവിടെ, ഏത് സ്റ്റോക്കാണ്, ഒരു സ്റ്റോക്ക് എടുത്ത് ഇത് ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് നോർമലി ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ഷെയർഖാന്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു ഉഗ്രൻ ടൂൾ ഒരുക്കിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതിനെയാണ് പാറ്റേൺ ഫൈൻഡർ എന്ന് പറയുക. ഈ പാറ്റേൺ ഫൈൻഡർ നമുക്ക് വെബ്സൈറ്റിലൂടെ കയറി, ഷെയർഖാന്റെ വെബ്സൈറ്റിലൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിന്റെ പ്രത്യേകത എന്നറിയോ? അത് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സും അല്ലെങ്കിൽ ഈ ഓക്സിലേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാറ്റേൺസ് ഒക്കെ കോമ്പിനേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ ഇത്രയും സ്റ്റോക്സിന്റെ യൂണിവേഴ്സിൽ, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനീസിൽ ഇതിൽ ഏതൊക്കെയാണ് ഇതേപോലുള്ള ഇതൊക്കെ മാച്ച് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സും പാറ്റേൺസ് ഒക്കെ മാച്ച് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യുന്ന സ്റ്റോക്സുകൾ പിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരും. എന്നിട്ട് അതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ. ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള സ്റ്റോക്സുകൾ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും പാറ്റേൺസ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ക്രോസ് ഓവർ വന്ന് നിൽക്കുന്നത് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് RSI ഒക്കെ നോക്കുക. അതേപോലെ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോക്സുകൾ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് തരും. എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുമാണ് ഷെയർഖാൻ ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടേക്കാലോ. അതെല്ലാം ഒന്ന് നോക്കാം, എങ്ങനെയുണ്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, എന്നിട്ട് അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇത് ഷെയർഖാന്റെ വെബ്സൈറ്റ് ആണ്. ഈ ഷെയർഖാന്റെ വെബ്സൈറ്റ് നല്ല അടിപൊളി വെബ്സൈറ്റ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതില് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് പോവാം. എന്നിട്ട് അവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അതിന് താഴെ വന്നു കഴിഞ്ഞാൽ പാറ്റേൺ ഫൈൻഡർ എന്നൊരു സംഗതി കിട്ടും. പാറ്റേൺ ഫൈൻഡർ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോക്ക് അനാലിസിസ് ടൂളാണ്. സ്റ്റോക്സും ഇൻഡെക്സസും എല്ലാം നമുക്ക് ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി നമുക്ക് ഇങ്ങോട്ട് തരും. എന്നിട്ട് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത്രത്തോളം നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൂളാണ് പാറ്റേൺ ഫൈൻഡർ എന്ന് പറയുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് ടൈം സേവ്സ് അല്ലേ. നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലും ഒക്കെ അത്രയും എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമേ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ സ്റ്റോക്സ് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് നമുക്ക് നമ്മളുടെ സമയം ലാഭിച്ചു തരുവാണ്. കാരണം എല്ലാം ഇങ്ങോട്ട് കറക്റ്റായിട്ട് റെഡിയാക്കി തരുവാണ് അല്ലേ. ട്രേഡ് സ്മാർട്ട്, ബി നോട്ടിഫൈഡ്. നമുക്ക് ഈ ഓരോ സമയത്തും വരുന്ന മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ അതൊക്കെ വരുമ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ളതും ഓരോ ഇൻഡിക്കേറ്റേഴ്സ് പാറ്റേൺ ഒക്കെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റോക്സ് ഒക്കെ നമുക്കിവിടെ കാണിച്ചു തരും. ഇനി എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ FAQ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ നോക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് വെബ്സൈറ്റിലേക്ക് പോകാം. അതിൽ പോയിട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാറ്റേൺ ഫൈൻഡർ ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ? ഇങ്ങനൊരു പേജ് വന്നു. ഷെയർഖാൻ പ്രൊഡക്ട്സിൽ പാറ്റേൺ ഫൈൻഡർ വന്നു. പാറ്റേൺ ഫൈൻഡർ ഓക്കെ. ഇനി സബ്സ്ക്രൈബ് ദ പാറ്റേൺ ഫൈൻഡർ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ്. ആർക്കും എല്ലാ ഷെയർഖാൻ കസ്റ്റമേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ആണത്. സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് ഗോ ടു പാറ്റേൺ ഫൈൻഡർ. പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൽ ഹോം പേജ് വരിക. ഹോം പേജ് ഓക്കെ. ഇതിൽ കുറെ സ്റ്റോക്സുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ.
ഈ സ്റ്റോക്സ് എല്ലാം തന്നെ ഏതെങ്കിലും പാറ്റേൺസോ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സ്റ്റോക്സ് ഒക്കെ പിക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഇതിൽ സ്ക്രീനേഴ്സ് ഉണ്ട്. ഈ സ്ക്രീനേഴ്സിൽ ഒന്ന് നോക്കി നമുക്കിപ്പോൾ എക്സാമ്പിൾ സ്റ്റോക്സ് ആണ് വേണ്ടതെന്ന് ചെയ്യാം. സ്റ്റോക്സ് സെലക്ട് ചെയ്യാം. സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വരുന്ന ഓരോ ഈവൻ ടൈപ്പുകളുണ്ട്. പാറ്റേൺസ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ഇതൊക്കെ മാച്ച് ചെയ്യുന്നത് നമുക്കിവിടെ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ക്ലാസിക് പാറ്റേൺസിൽ നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ഈ പാറ്റേൺസ്, എല്ലാത്തരം പാറ്റേൺസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊരാൾ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചുകൊണ്ട് ഈ പാറ്റേൺസ് ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേൺസിലുള്ള സ്റ്റോക്സിനെയൊക്കെ ഇവിടെ പിക്ക് ചെയ്ത് ഇങ്ങനെ തരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ അതിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ നോക്കി അപ്സൈഡ് ബ്രേക്ക്ഔട്ട് അങ്ങനെ കിട്ടും. അപ്സൈഡ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുള്ള സ്റ്റോക്സ് എവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അപ്സൈഡ് ബ്രേക്ക്ഔട്ട്. ഈ പറയുന്ന സ്റ്റോക്സ് എല്ലാം തന്നെ ഓരോ ദിവസവും ഡേറ്റ് അടക്കം കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്, ഇത് മാച്ച് ചെയ്യുന്നത് അപ്സൈഡ് ബ്രേക്ക്ഔട്ടും ഉണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ ഇവിടെ കാണിച്ചത്. ഓക്സിലേറ്റേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം ഓക്സിലേറ്റേഴ്സും വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. MACD ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചത്. MACDയും കാണിച്ചു തരും, അപ്സൈഡ് ബ്രേക്ക്ഔട്ട് ഉള്ളതും കാണിച്ചു തരും. ഇതെല്ലാം നമുക്കൊന്ന് ഈ സ്റ്റോക്സ് ആണെങ്കിൽ MACD മീറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ വേണ്ടത്ര അഡ്വൈസ് ഒക്കെ സ്വീകരിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമായിട്ട് എടുക്കാം. ഉണ്ടോ ഇതിനകത്ത് MACD മീറ്റ് ചെയ്യുന്നതാണ്. MACD ക്രോസ് ഓവറിൽ ഇത് കാണാൻ നമുക്ക് ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഏത് ഡേറ്റിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാനും ട്രേഡ് നൗ അടിച്ചു കഴിഞ്ഞാൽ നേരെ ട്രേഡിലേക്ക് പോകാനും ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്സും ഇങ്ങനെ നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. അലർട്ട് സെന്റർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അലർട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പാറ്റേൺ ഫൈൻഡർ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി ടൂളല്ലേ ഇത്. ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. വളരെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടൂള് തന്നെയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.